ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ നല്ല കുറിയ ചാറോട് കൂടിയ ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾക്ക് ഏത് മീൻ മേടിച്ചു വേണമെങ്കിൽ ഈ മീൻകറി തയ്യാറാക്കുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ്. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടി തരിക. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ചെങ്കലവ മീനാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ചെങ്കലവ എന്നാണ് പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് അറിയില്ല. പിന്നെ ഇത് ഒരു 10-12 അല്ലി ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഒരു 8-10 അല്ലി വെളുത്തുള്ളിയാണ്. വലുതാണെങ്കിൽ 5-6 വെളുത്തുള്ളി അല്ലി ചേർത്താൽ മതി. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അത് 2-3 കഷ്ണമാക്കി നുറുക്കി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകാണ്. നിങ്ങൾ ഇത് ചെങ്കലവയ്ക്ക് കുരുമുളക് ചേർക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ചേർത്തത്. നിങ്ങൾ അല്ലാതെയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി, വേറെ മീനാണെങ്കിൽ. പിന്നെ വലിയ ജീരകം 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടി ഞാൻ കാശ്മീരിയും മറ്റ് അല്ലാത്തയും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. ഇത് 1 ടേബിൾ സ്പൂൺ അല്ലാതെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് അരയാൻ വേണ്ടി ആവശ്യത്തിന് മാത്രം അല്പം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടിയിലാണ് മീൻ വേവിക്കുന്നത് ഏറ്റവും നല്ലത്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയുടെ മീൻ കറിക്ക് ഏറ്റവും ബെസ്റ്റ്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് പിന്നെ വേണ്ടത് ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായി നുറുക്കിയതാണ്. അതിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത് മൂക്കുന്നത് വരെയൊന്നും വെയിറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിലേക്ക് പിന്നെ ചേർക്കുന്നത് 2 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ പൊടിയാണ് ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചേർക്കുമ്പോഴത്തേക്കും മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതൊന്ന് പച്ച മണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരച്ച് കൊണ്ടുവന്ന് അതിട്ട് കൊടുക്കാം. ആ അരപ്പിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ആ തക്കാളിയുടെയും ഉള്ളിയുടെയൊക്കെ ഒന്ന് പച്ച മണം മാറുന്നത് വരെ ഒന്ന് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് വഴറ്റിയെടുക്കുക. വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ ഒഴിച്ച് ആ വെള്ളം പോരെ, നമുക്ക് ഇനിയും വെള്ളം ചേർക്കാനുണ്ട്. പിന്നെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് പിഴിഞ്ഞെടുത്തതും കൂടെ ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ആ പുളി ഒന്നുകൂടെ പിഴിഞ്ഞ് വെള്ളം എടുത്ത് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ കണക്കായി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട കറിക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പൊന്ന് നോക്കുക. പിന്നെ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ചെങ്കലവ എന്നാണ് പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഈ മീനൂടെ വൃത്തിയാക്കിയ മീനൂടെ ഇട്ട് കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ബെൽ ബട്ടണൂടെ പ്രസ് ചെയ്ത് ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഓൾ എന്ന ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടെ തരിക. ഒരു 5-10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് 5 മിനിറ്റ് അല്ല 5-6 മിനിറ്റ്
ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്, അതോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് കുത്തി ഉടയ്ക്കുന്ന രീതിയിൽ ഇളക്കരുത്, ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, മീൻ ഉടഞ്ഞു പോവും. അതിലേക്ക് പിന്നെ ഞാനൊരു തക്കാളി വട്ടത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയ തക്കാളിയാണ്, അതും ഇതേപോലെ ഇട്ട് കൊടുക്കാം. കറിക്ക് ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലാക്കി 1 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയ മീൻകറി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൊടുത്തൊന്ന് തരിക. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെയും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.